വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ കാട്ടിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു മേൽപ്പാലം നമുക്ക് കാണാൻ കഴിയും. ഈ മേൽപ്പാലത്തിനടിയിൽ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അത്യാവശ്യം എല്ലാ നാടൻ ഫുഡുമായ കപ്പയും മീൻകറിയും ബീഫും നാടൻ ചിക്കനുമൊക്കെ കഴിക്കാൻ കിട്ടും. ഈ കട കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ കോവിലെത്തിയാൽ മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടൂ. പിന്നീട് അങ്ങോട്ട് വിജനമായ കൊടും വനത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടിയുടെ സ്റ്റെപ്പിനി ഉറപ്പായിട്ടും കരുതുക. നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ പ്രാധാന്യവും വന്യമൃഗങ്ങളുടെ സാമീപ്യവും വളരെ കൂടുതലുള്ള ഒരു വനമേഖലയാണ് അച്ചൻകോവിൽ. ശബരിമല വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയാണ് അച്ചൻകോവിൽ. അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് കേരളത്തിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിലിറങ്ങി അവിടെ നിന്ന് പിന്നെയും സഞ്ചരിച്ച് കേരളത്തിലെത്തുന്ന ഏക ക്ഷേത്രമാണ് അച്ചൻകോവിൽ. എത്ര വേനൽ സമയത്തും ഇവിടുത്തെ കാടുകൾ നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നു. അതിന് കാരണം നിത്യഹരിത വനമേഖല ഉള്ള കാടുകളാണ്. ഞങ്ങൾ കുംഭവൃട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുകയാണ്. വേനൽക്കാലമായതിനാൽ ഇപ്പോൾ ഇവിടെ അരുവികളെല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. മരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിലത്ത് കിടക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, എത്ര കടുത്ത വേനൽക്കാലമായാലും ഇവിടുത്തെ കാടുകൾ ഉണങ്ങാറില്ല. എപ്പോഴും നല്ല പച്ചപ്പാണ്. അതായത് എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ. ഈ ഒരു സമയത്തൊക്കെ വെള്ളം കുടിക്കാനായി മൃഗങ്ങൾ ഇവിടെ എത്തുന്നത് പതിവാണ്. കുംഭവൃട്ടി വെള്ളച്ചാട്ടത്തിനരികിൽ പലപ്പോഴും പുള്ളിപ്പുലികൾ വരാറുണ്ട്. ഒരു ദിവസം ഒരു കടുവ ഒരു മ്ലാവിനെ കൊന്ന് ഈ സ്ഥലത്ത് ഇട്ടിരുന്നു. ബിഗ് ബ്രദറുമായ ഗീ വർഗീസ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കാട് അനുഗ്രഹിച്ചു തന്ന തണുത്ത ഔഷധ വെള്ളത്തിൽ നിവർന്ന് കിടക്കുകയാണ്. കുംഭവൃട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ മേക്കരയിലേക്ക് പോവുകയാണ്. കൃഷിക്കും ആടുവളർത്തലിനും ചെറുകിട വ്യവസായങ്ങളും തൊഴിലാക്കിയിരിക്കുന്ന ഒരു മനോഹരമായ തമിഴ് ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പായുള്ള വനത്തിലെ കോട്ടവാസൽ എന്ന സ്ഥലത്തെ ചെക്ക് പോസ്റ്റാണിത്. ഞാനും എൻ്റെ സുഹൃത്തും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹരിത ഭംഗി നിറഞ്ഞ ഈ കൊടും വനത്തിലൂടെയുള്ള യാത്രയിൽ ഇനി അടുത്ത കാണുന്നത് കറുപ്പുസ്വാമിയുടെ കാനന ക്ഷേത്രമാണ്. ഈ സ്ഥലത്തെ കോട്ടവാസൽ എന്നാണ് പറയുന്നത്. കൊല്ലം ചെങ്കോട്ട ട്രെയിൻ കോട്ടവാസലിനടുത്തുള്ള വനത്തിൽ കൂടിയാണ് പോകുന്നത്. കറുപ്പുസ്വാമി തമിഴരുടെ കാവൽ ദൈവമാണ്. തമിഴ്നാട്ടിലേക്ക് പോയാൽ പുളിയറ മുതൽ തെങ്കാശി, തിരുനെൽവേലി, ശങ്കരൻകോവിൽ, രാജപാളയം, അംബാസമുദ്രം, അങ്ങനെ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും കറുപ്പുസ്വാമി ക്ഷേത്രങ്ങളാണ്. അയ്യപ്പനും കറുപ്പുസ്വാമിയും നല്ല ആത്മബന്ധമുള്ള പിരിയാത്ത വലിയ കൂട്ടുകാരായിരുന്നു. ഇവർ രണ്ടുപേരും വിഹരിച്ച കാടാണ് ഈ അച്ചൻകോവിലിലെ കൊടുങ്കാടുകൾ. ഞങ്ങൾ കോട്ടവാസലിന് താഴെ കാർ നിർത്തിയിട്ട് അങ്ങ് ദൂരെ കാണുന്ന അതിമനോഹരവും സുന്ദരവുമായ തമിഴ് ഗ്രാമപ്രദേശമായ മേക്കരയും മേക്കര ഡാമുമാണ് കാണുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ ഈ ഡാമും തെങ്കാശി ഗവൺമെൻറ്റാണ് നിർമ്മിച്ചത്.
അച്ചൻകോവിൽ വനത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ എൻ്റെ സുഹൃത്തുക്കളാണ് ശ്രീനു, പാളി, കൃഷ്ണൻകുട്ടി സാർ എന്നിവർ. അച്ചൻകോവിൽ വനത്തെക്കുറിച്ചും ഈ കാടിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും എഴുതുവാനായി എന്നെ പ്രേരിപ്പിച്ചതും വളരെയധികം ആത്മാർത്ഥതയോടെ എന്നെ സഹായിച്ചതും ഇവരായിരുന്നു. ഞാൻ അച്ചൻകോവിൽ വനത്തിൽ എത്താറുള്ളപ്പോൾ ഇവരെ കാണുകയും ഇവരുടെ വീടുകളിലും തങ്ങാറുമുണ്ടായിരുന്നു. മഴക്കാലമായതിനാൽ കാട് നല്ല പച്ചപ്പും ആറുകൾ നിറഞ്ഞൊഴുകുന്നതും കാണാം. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട ഉണങ്ങി വരണ്ട പാറയോ പാറയുടെ മുകളിൽ നിന്നും നൂലുപോലെ ഒലിച്ചു വന്നുകൊണ്ടിരുന്ന വെള്ളമോ ആയിരിക്കില്ല. അതിശക്തമായതും ആർത്തിരമ്പി കാടിളക്കി വരുന്ന ശബ്ദത്തോടെയുള്ള വെള്ളച്ചാട്ടമായിരിക്കും നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. ഈ സമയത്ത് ഇവിടെ ആരും കുളിക്കുവാനോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോ കടത്തിവിടാറില്ല. ഈ അടുത്ത സമയത്തും 2 പേർ ഒഴുക്കിൽ പെട്ടുപോയി. അങ്ങനെ പലരും പല പ്രാവശ്യം പാറയിലടിച്ച് ഒഴുക്കിൽപ്പെട്ടും മരണപ്പെട്ടും പോയിട്ടുണ്ട്. കുംഭവരട്ടി വെള്ളച്ചാട്ടത്തിൽ നിങ്ങളും തീർച്ചയായും പോയി ചെന്ന് കണ്ടു തന്നെയാകണം. എങ്കിലേ അതിൻ്റെ ഭംഗിയും ഭീകരതയും നമുക്കടുത്തറിയാൻ സാധിക്കൂ. സഹ്യാദ്രി മലകളിൽ നിന്ന് മലമടക്കുകൾ വഴി ഒഴുകി വരുന്ന മനോഹരമായ ഈ വെള്ളച്ചാട്ടം നിങ്ങൾ വനത്തിലൂടെ യാത്ര ചെയ്ത് പക്ഷികളെയും മലയണ്ണാനുകളെയും ആനക്കൂട്ടങ്ങളെയെല്ലാം കണ്ട് ഈ കുംഭവരട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തണം. നിങ്ങൾ തീർച്ചയായും ഈ വെള്ളച്ചാട്ടം കണ്ടിരിക്കണം.